നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫ്രീഡറിക് നീച്ചയുടെ നൈഹിലിസം എന്ന കോൺസെപ്റ്റിനെ പറ്റിയാണ്. നൈഹിലിസം, ജീവിതത്തിന് യഥാർത്ഥത്തിൽ ഒരു അർത്ഥമുണ്ടോ? നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, പണം സമ്പാദിക്കുന്നു, സ്നേഹിക്കുന്നു, സ്വപ്നങ്ങൾ കാണുന്നു. പക്ഷെ ഒരു ദിവസം നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചാൽ, ഇതെല്ലാം എന്തിനാണ്? പ്രപഞ്ചത്തിന് നമ്മളെക്കുറിച്ച് യാതൊരു താല്പര്യവുമില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിന് ജന്മനാ നൽകിയ ഒരു പേർപ്പസ് ഇല്ലെങ്കിൽ, നമ്മൾ മരിച്ച ശേഷം നമ്മൾ ചെയ്തതെല്ലാം മറക്കപ്പെടുമെങ്കിൽ? ഈ ചോദ്യത്തിന് ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയ മറുപടികളിൽ ഒന്നാണ് നൈഹിലിസം. നൈഹിലിസം എന്താണ്? നൈഹിലിസം എന്ന വാക്ക് ലാറ്റിനിലെ നൈഹിൽ എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. അർത്ഥം നത്തിങ്, ഒന്നുമില്ല. ഫിലോസഫിക്കൽ സെൻസിൽ നൈഹിലിസം എന്നത് ജീവിതത്തിനും മൂല്യങ്ങൾക്കും മൊറാലിറ്റിക്കും ഒരു ഒബ്ജക്റ്റീവ് ഇൻഹെറന്റ് ഫൗണ്ടേഷൻ ഇല്ല എന്ന ആശയവുമായി ബന്ധപ്പെട്ടതാണ്. പ്രത്യേകിച്ച് എക്സിസ്റ്റൻഷ്യൽ നൈഹിലിസം പറയുന്നത് ജീവിതത്തിന് സ്വതന്ത്രമായി ഒബ്ജക്റ്റീവ് ആയി നൽകിയിരിക്കുന്ന ഒരു അൾട്ടിമേറ്റ് മീനിങ് അല്ലെങ്കിൽ പേർപ്പസ് ഇല്ല. അതായത് ജീവിതം മീനിങ്ലെസ് ആണ് എന്ന് മാത്രം പറയുന്നതല്ല നൈഹിലിസം. പകരം ചോദിക്കുന്നത്, മീനിങ് എന്നത് നമ്മൾ കണ്ടെത്തുന്നതാണോ അതോ നമ്മൾ തന്നെ നിർമ്മിക്കുന്നതാണോ? നൈഹിലിസത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന പേരും ഫ്രീഡറിക് നീച്ച. പക്ഷേ ഒരു മിസ്കൺസെപ്ഷൻ ഇവിടെ തിരുത്തണം. നീച്ച ഒരു നൈഹിലിസ്റ്റായി സിംപ്ലി ഒന്നിനും അർത്ഥമില്ല എന്ന് പ്രഖ്യാപിച്ച ആളല്ല. മറിച്ച് നൈഹിലിസം മനുഷ്യരാശിക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ ക്രൈസിസ് ആണെന്ന് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ വാക്കുകളിലൊന്ന് ഗോഡ് ഇസ് ഡെഡ്. ഇത് ലിറ്ററലായി ദൈവം മരിച്ചു എന്ന് പറയുന്നതല്ല. വെസ്റ്റേൺ സൊസൈറ്റിയുടെ ട്രഡീഷണൽ റിലീജിയസ് വാല്യൂസിന്റെ ഫൗണ്ടേഷൻ തകരുന്നതിനെ കുറിച്ചുള്ള ഒരു ഫിലോസഫിക്കൽ ഡയഗ്നോസിസ് ആയിരുന്നു അത്. നൂറ്റാണ്ടുകളോളം മനുഷ്യർ മൊറാലിറ്റിയും മീനിങ്ങും ദൈവത്തിനെ അടിസ്ഥാനമാക്കി മനസ്സിലാക്കി. പക്ഷെ ആ ഫൗണ്ടേഷൻ തകരുമ്പോൾ എന്താണ് ശരി? എന്തിനാണ് ജീവിക്കുന്നത്? എന്താണ് ജീവിതത്തിന്റെ പേർപ്പസ് എന്ന ചോദ്യങ്ങൾ വീണ്ടും നമ്മളിലേക്ക് തിരിച്ചു വരുന്നു. നൈഹിലിസത്തിന്റെ ഡാർക്ക് സൈഡ്. ഇവിടെയാണ് നൈഹിലിസം ഭയപ്പെടുത്തുന്നത്. നമ്മുടെ വാല്യൂസ് എല്ലാം മനുഷ്യൻ നിർമ്മിച്ചതാണെന്ന് തോന്നിയാൽ നല്ലതും ചീത്തയും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ജീവിതത്തിന് ഒബ്ജക്റ്റീവ് പേർപ്പസ് ഇല്ലെങ്കിൽ എന്തിനാണ് നന്മ ചെയ്യേണ്ടത്? എന്തിനാണ് കഷ്ടപ്പെടേണ്ടത്? എന്തിനാണ് സ്വപ്നം കാണേണ്ടത്? ഇങ്ങനെ ചോദ്യങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വരാം. നീച്ച ഇതിനെ നൈഹിലിസ്റ്റിക് ക്രൈസിസ് ആയി കണ്ടു. പഴയ വാല്യൂസ് തകർന്നു, പക്ഷെ അതിന്റെ സ്ഥാനത്ത് പുതിയ വാല്യൂസ് നമ്മൾ സൃഷ്ടിച്ചില്ല. അപ്പോൾ മനുഷ്യൻ ഒരു ശൂന്യതയിൽ നിൽക്കുന്നു. നത്തിങ് മാറ്റേഴ്സ്. ഇതാണ് നൈഹിലിസത്തിന്റെ ഏറ്റവും ഡാർക്ക് രൂപം. പക്ഷെ നീച്ചയുടെ ചിന്ത ഇവിടെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുന്നു. നൈഹിലിസത്തിന് ഒരേ ഒരു റിയാക്ഷൻ മാത്രമല്ല. ഒരു മനുഷ്യൻ മീനിങ് ഇല്ലെന്ന് വിശ്വസിച്ച് ഒന്നും ചെയ്യാതെ സറണ്ടർ ചെയ്യാം. ഇത് പാസീവ് നൈഹിലിസത്തിനോട് ബന്ധപ്പെട്ട സമീപനമാണ്. പക്ഷെ മറ്റൊരു റിയാക്ഷൻ ഉണ്ട്. പഴയ വാല്യൂസ് തകർന്നുവെന്ന് അംഗീകരിച്ച് സ്വന്തം വാല്യൂസ് സൃഷ്ടിക്കുക, സ്വന്തം ജീവിതത്തിന് ഡയറക്ഷൻ നൽകുക, ഓവർകം ചെയ്യുക. ഇതാണ് നീച്ചയുടെ ഫിലോസഫിയിലെ പ്രധാന ടേണിംഗ് പോയിന്റ്. അദ്ദേഹത്തിന് നൈഹിലിസം അവസാന ഡെസ്റ്റിനേഷൻ ആയിരുന്നില്ല, അതിനെ ഓവർകം ചെയ്യേണ്ട ഒരു ക്രൈസിസ് ആയിരുന്നു. പിന്നീട് ആൽബസ് ക്യാമസ് ഈ പ്രോബ്ലമിനെ മറ്റൊരു രീതിയിൽ സമീപിച്ചു. ക്യാമസ് ചോദിച്ചു, നമ്മൾ മീനിങ് അന്വേഷിക്കുന്നു, പക്ഷെ യൂണിവേഴ്സ് നമുക്കൊരു ക്ലിയർ ആൻസർ തരുന്നില്ല. ഇവിടെയാണ് അബ്സർഡ് എന്ന ആശയം വരുന്നത്. നമ്മുടെ മീനിങ്ങിനുള്ള ആഗ്രഹവും പ്രപഞ്ചത്തിന്റെ സൈലൻസും തമ്മിലുള്ള കൊലിഷൻ. ക്യാമസ് ഇതിനെ സിസിഫസിന്റെ കഥയിലൂടെ അവതരിപ്പിച്ചു. ഒരു വലിയ കല്ല് മലമുകളിലേക്ക് തള്ളിക്കൊണ്ടു പോകുന്നു. മുകളിലെത്തുമ്പോൾ കല്ല് വീണ്ടും താഴേക്ക് വീഴും. പക്ഷെ ക്യാമസിന്റെ പോയിന്റ് സിംപ്ലി ജീവിതം യൂസ്ലെസ് ആണെന്നല്ല. അദ്ദേഹത്തിന്റെ ചാലഞ്ച് ഇതാണ്: മീനിങ് ഇല്ലെന്ന് തോന്നുന്ന ലോകത്തിലും നമുക്ക് എങ്ങനെ ജീവിക്കാം? അപ്പോൾ ജീവിതത്തിന് മീനിങ് ഉണ്ടോ? Then does life have meaning? നൈഹിലിസം പറയുന്ന ഏറ്റവും ഡിസ്റ്റർബിംഗ് പോസിബിലിറ്റി, യൂണിവേഴ്സൽ ഒബ്ജക്റ്റീവ് മീനിങ് ഇല്ലായിരിക്കാം, പക്ഷെ അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ കാര്യവും മീനിങ്ലെസ് ആകണമെന്നില്ല. സ്നേഹം, സൗഹൃദം, കല, അറിവ്, സ്വപ്നങ്ങൾ, നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന കൈൻഡ്നസ്, ഇവയ്ക്ക് കോസ്മിക് യൂണിവേഴ്സ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നില്ല.
പക്ഷെ മനുഷ്യ ജീവിതത്തിൽ അവയ്ക്ക് മീനിങ് ഉണ്ടാകാം. ഒരു പക്ഷേ മീനിങ് കണ്ടെത്തുന്നതിന് പകരം മീനിങ് നിർമ്മിക്കുകയാണ് മനുഷ്യന്റെ ജോലി. ഒടുവിൽ നൈഹിലിസം നമ്മളോട് ചോദിക്കുന്നത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മീനിങ് ഇല്ലെങ്കിൽ ഇനി നീ എന്ത് ചെയ്യും? തകർന്നു പോകുമോ? അല്ലെങ്കിൽ നീ തന്നെ ഒരു മീനിങ് സൃഷ്ടിക്കുമോ? ഒരുപക്ഷെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മിസ്റ്ററി ജീവിതത്തിന് അർത്ഥമുണ്ടോ എന്നതല്ല, അർത്ഥമില്ലാത്തൊരു യൂണിവേഴ്സിൽ നമ്മൾ അർത്ഥം സൃഷ്ടിക്കാൻ കഴിയുമോ എന്നതാണ്. ദിസ് ഇസ് നൈഹിലിസം. If there is no meaning given to us, perhaps we have to create it. ഒരു പക്ഷേ മീനിങ് കണ്ടെത്തുന്നതിന് പകരം മീനിങ് നിർമ്മിക്കുകയാണ് മനുഷ്യന്റെ ജോലി. ഒടുവിൽ നൈഹിലിസം നമ്മളോട് ചോദിക്കുന്നത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മീനിങ് ഇല്ലെങ്കിൽ ഇനി നീ എന്ത് ചെയ്യും? തകർന്നു പോകുമോ? അല്ലെങ്കിൽ നീ തന്നെ ഒരു മീനിങ് സൃഷ്ടിക്കും? ഒരുപക്ഷെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മിസ്റ്ററി ജീവിതത്തിന് അർത്ഥമുണ്ടോ എന്നതല്ല, അർത്ഥമില്ലാത്തൊരു യൂണിവേഴ്സിൽ നമ്മൾ അർത്ഥം സൃഷ്ടിക്കാൻ കഴിയുമോ എന്നതാണ്. ദിസ് ഇസ് നൈഹിലിസം. If there is no meaning given to us, perhaps we have to create it.